ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുത്തുമണികളെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചത്തെ വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാനൊക്കെ ഒന്ന് നേരം വൈകുന്നുണ്ട്. വേറെ ഒന്നല്ല, വയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിലൊക്കെ. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ അതേ ഇഡ്ഡലിയും സാമ്പാറുണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഉമ്മ ജോലിക്കൊക്കെ പോയിട്ടോ. ഉമ്മ രാവിലെ തന്നെ എല്ലാ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ചു, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയത് ഉമ്മ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതേ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഉണ്ണിയത് എന്നല്ല, എൻ്റെത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുള്ളൂ. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടണമെന്ന് വിചാരിച്ച് അങ്ങനെ അലക്കല്ലുമ്മനെ അലക്കിയെടുക്കാമെന്ന് വെച്ച് ഇങ്ങനെ നേരത്തെ തന്നെ സോപ്പ് പൊടിയിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് വേഗം അലക്കിയെടുക്കാം. അവിടെ പാത്തൂസും തുടാപ്പിയും ഇതിലൊക്കെ ഫ്രണ്ടിൽ നല്ല കളിയിലാണ് കേട്ടോ. കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പോയേക്കുമ്പോൾ അവർ നല്ല കളിയിലാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഓടി വന്നു, വേഗം അലക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല വെയിലും വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പണി കിട്ടും എന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഡ്രസ്സുകളൊക്കെ നമ്മൾ കുറച്ചല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ, ആകെ 3-4 ജോഡിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സുകൾ ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടാണല്ലോ. എന്നിട്ട് അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അധികം. പിന്നെ അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം ഒന്ന് ഊരിയെടുത്തിട്ട് വേണം ആറിയിടാനായിട്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കിയെടുക്കാമെന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അകത്താണ്, റൂമിലാണ് കേട്ടോ മെഷീൻ വെച്ചിട്ടുള്ളത്. അതും കൂടെ വലിച്ചു കൊണ്ടുവന്നിട്ടിടണം. സ്വിച്ച് ബോക്സ് ഇല്ലാത്ത കാരണം ഫ്രിഡ്ജിൻ്റെ അവിടുത്തെ സ്വിച്ച് ഇത് വയർ വലിച്ചിട്ടിട്ട് വേണം, അത് കുത്തിയിട്ടിട്ട് വേണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പപ്പണി അതിനും നല്ലത് റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ ഞാൻ വേഗം ഇവിടെ നിന്ന് തന്നെ ഊരി അങ്ങനെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് പുറത്ത് കൊണ്ടിടാമെന്ന് വിചാരിക്കണം കേട്ടോ. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, വെയിലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും നോക്കാം, പുറത്ത് കൊണ്ടിടാമെന്ന് വിചാരിക്കുന്നു. മഴ വരികയാണെന്നുണ്ടെങ്കിൽ അകത്തിടാനായിട്ട് അതിലൊന്നും അധികം കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളത്, കാരണം അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ഡ്രസ്സൊന്നും അലക്കിയിടുന്ന കാരണം കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലിപ്പോൾ ഞാൻ നോക്കട്ടെ. അങ്ങനെ ഇപ്പോൾ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതേ തുണികളൊക്കെ അറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് പാത്തൂസ് വന്നിട്ടുണ്ട് കേട്ടോ സഹായിക്കാനായിട്ട്. അതിപ്പോൾ വീട്ടിലാണെങ്കിൽ ആൾ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വേട്ടണം, എന്നിട്ട് ഇങ്ങനെ ഡ്രസ്സുകൾ എടുത്ത് തരണം കേട്ടോ. ഇന്നലെ ഇതേപോലെ വന്നിട്ട് ദിലുവിൻ്റെ ബനിയനൊക്കെ നിലത്തിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ചെറിയ പൊടി മണ്ണായിരുന്നു കേട്ടോ, അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൽ. അവരൊക്കെ അവിടെ നല്ല കളിയിലാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ കളിക്കാനൊക്കെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കുട്ടികളില്ല കേട്ടോ കളിക്കാനായിട്ട്. അവിടെ സ്ഥലം കുറവാണ്, എന്നാൽ കുട്ടികളുണ്ട് കേട്ടോ കളിക്കാൻ. കാരണം ദിലുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അവിടെ നേരം പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേ. ഇവിടെ നിന്ന് വേഗം പോകണം, എനിക്ക് അവിടെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേ. തുടാപ്പിക്കാണെന്നുണ്ടെങ്കിൽ തുടാപ്പി അവിടെ പുറത്തങ്ങനെ കളിക്കാൻ ഇറങ്ങുന്നില്ല. ആൾക്ക് ഇവിടെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പാത്തൂസിന് ഇവിടെ കളിക്കാൻ കുറേ സ്ഥലമുണ്ടല്ലോ. അങ്ങനെ പാത്തൂസിന് തുടാപ്പിക്ക് ഇവിടെയാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഇടയ്ക്ക് ചോദിക്കും അവിടെയാണ് ഇഷ്ടമെന്ന്. അവർക്ക് രണ്ടാൾക്കും ഇവിടെയും, ദിലുവിന് അവിടെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ടൗണിലേക്ക് പോയപ്പോൾ പന്തൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പാത്തൂസിന് കുഞ്ഞ് ബക്കറ്റും കപ്പും അതുപോലെ തന്നെ ചെറിയൊരു കുടമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉമ്മ അവിടെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി പിന്നെ ഒരു കുട്ടൻ ബിരിയാണി കേട്ടോ. കുട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ പോത്തിൻ്റെ ചെറിയതുണ്ടാവില്ലേ, മൂരിക്കുട്ടൻ എന്നൊക്കെ പറയില്ല അത് കേട്ടോ. അങ്ങനെ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അധികം മസാലയും എരിവും അങ്ങനെയൊന്നുമില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പാത്തൂസും തുടാപ്പി ഞങ്ങളെല്ലാവരും തുണിയൊക്കെ ആറിയിടലൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് അത് ബിരിയാണി കഴിക്കാൻ കേട്ടോ. പിന്നെ ഇന്ന് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചെറിയൊരു പ്ലാനിങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചോറൂണലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ഇത് റെഡിയായി. പാത്തൂസ് ഉറക്കത്തിൽ നിന്ന് എണീറ്റിൻ്റെ കുറച്ച് വാശിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്കും കൂടി ചെയ്തിട്ടൊന്ന് കാണണേ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ഥലം വലിയ പരിചയമൊന്നുമില്ല, നിശ്ചയമൊന്നുമില്ല. അങ്ങനെ ചോദിച്ചങ്ങനെ പോയതാണ് കേട്ടോ. ഉമ്മ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ ഇങ്ങോട്ട് മാറിയിട്ട്. അപ്പോൾ അങ്ങനെ ഉമ്മാക്കും പരിചയമൊന്നുമില്ല. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു അറിവിൽ ഞങ്ങളിങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നടക്കാനുള്ള ദൂരമുള്ള അധികം വഴിയൊന്നുമില്ല കേട്ടോ. വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഹോസ്പിറ്റലിൽ കിടന്ന തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഈ വഴി. നടക്കാനുള്ള ദൂരമുണ്ടായിട്ട് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതിപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ കളയുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ബീച്ചിലേക്ക് ഞങ്ങൾ പോയത് ഇവിടുന്ന് ആകെ 3 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ബഹളം അനക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ നോക്കിയിട്ട് കാണാനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഉമ്മ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായി അവിടെ എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞങ്ങൾ നോക്കട്ടെ, എത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല, പേടിയാവുന്നുണ്ട്, ഇല്ലെങ്കിൽ തിരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് നിന്നത് കേട്ടോ. പിന്നെ ഉമ്മ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ കയറിനോടെ തന്നെ ചെറിയൊരു കുളമുണ്ട്, നിറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. നമുക്ക് പേടിയാവും കേട്ടോ. ഇപ്പുറത്തൊക്കെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് നമുക്ക് എന്താ പറയുക, ധൈര്യത്തോടെ കൈവിട്ടിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അതിൽ വാ ഫോൺ പോവൊന്നുമില്ല, ഫോൺ പോക്കറ്റിലല്ലേ ഇട്ടേക്കണേ, പോവില്ല. കയറിക്കോ, ഇല്ല കയറി നോക്ക്. ഇതിൽ വാ ഇടാൻ പറ്റണില്ലേ?
അടിയിട്ടെൻ്റെ ഇന്ന് അറിയില്ല മോനെ എവിടം വരെ വെള്ളമുള്ളതെന്ന്. ഇറങ്ങണം. അത് പോണ്ട, പതുക്കെ പോ, പതുക്കെ വീഴല്ല കേട്ടോ. ബാക്കിൽ വെള്ള
ആര് ഞാനത് ഫോട്ടോ എടുക്കായിരുന്നു.